നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു സാധാ ഇൻഡോർ പ്ലാന്റ് വീട്ടിൽ നട്ടു വെക്കണതാണ്. ആദ്യം നമ്മളൊരു കുഞ്ഞു ചെടി എടുത്തു, അതിനെ നട്ടു, വേരൊക്കെ പിടിച്ചു കഴിയുമ്പം നമുക്കതിനെ ഒരു പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതാണിത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ വെക്കാം. ഇപ്പം എന്നും വിടരുന്ന പൂവാണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് പൂക്കളാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പൂ വാങ്ങിച്ച് ഇങ്ങനെ ഒരു കമ്പിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ ഇച്ചിരി കൂടെ അതിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നും ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത് നമുക്കൊരു പുണ്യപ്രവൃത്തിയാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യുക. അത് പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ഒരു കരുതലായിട്ടാണ് ചെടി വളർത്തുന്നുള്ളത് കൊണ്ടാണത്. സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ എപ്പോഴും ഇരിക്കുമ്പം അത് കേടായി പോവേ. അതിനായിട്ട് ഇത് കുഞ്ഞി കമ്പി കിട്ടും. നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിക്കുന്ന കമ്പി വാങ്ങിച്ചിട്ട് അളവിൽ മുറിക്കുക. എന്നിട്ട് ഈ പൂവിൻ്റെ ഇവിടെ ഒരു സംഭവമുണ്ട്, ആ തുളയിലോട്ട് ഇതിനെ നമ്മളിങ്ങനെ കയറ്റിയിട്ട് ഇതുണ്ടോ, പൂവ് ഇതിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് പൂവ്. ഇനി ഇത് നമുക്ക് ഏതിൻ്റെ ചുവട്ടിൽ വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇപ്പം നോക്കുവാണെങ്കിൽ ഈ ചെടിയിൽ വളർന്ന ഒരു പൂ പോലെ തന്നെ ഇരിക്കുന്ന കാണാം. ചെടികളെല്ലാം തന്നെ ഇതുണ്ടോ, നമ്മൾ തുളയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ചട്ടികൾ വെക്കണം വെള്ളം വരാനായിട്ട്. പിന്നെ അതിൽ കൊതുക് വരും, മണം ഉണ്ടാവും. അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ലൈറ്റായിട്ട് വെള്ളം ഒഴിക്കുക, നല്ല മണ്ണിടുക, എന്നിട്ട് ചെടി നട്ടു വെച്ചാൽ മതിയാവും. ഇതുകൊണ്ട് നല്ല രീതിയിൽ അത് വളരുന്നുണ്ട്. പിന്നെ ഇപ്പം ഇതിനകത്ത് പൂ കൊടുക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ ചെടികൾക്കെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക, ഓവറായിട്ട് വളമൊന്നും ഇടാതിരിക്കുക. വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും. പിന്നെ ഈ ചെടിച്ചട്ടി ഒന്നും കൊള്ളത്തില്ലാതെ വരും. അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് വളർത്താനായിട്ട്. ഇനിയിപ്പോൾ നമ്മളിതിനൊരു പൂ സെറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഈ കാര്യം വന്നാൽ സ്റ്റിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് എങ്ങനെ വീടോ നമ്മുടെ ഓഫീസോ ഒക്കെ ഇച്ചിരി മനോഹരമായിട്ട് വെക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. പിന്നെ നമുക്കറിയാം, ഇപ്പം ഞാനിരിക്കുന്ന എല്ലാ ഭാഗത്തും ഞാനിരിക്കുന്ന എല്ലായിടത്തും ഒരുപാട് ചെടികൾ വെക്കാറുണ്ട്. ചെടികൾ വെച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡ് ഫ്രഷ് ആവുന്നതോടൊപ്പം എപ്പോഴും നമ്മുടെ ഓക്സിജൻ ക്ലീൻ ആയിക്കൊണ്ട് നമ്മുടെ റൂമിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഫ്രഷായൊരു മൈൻഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം കുറച്ച് പൂക്കളോട് സെറ്റ് ചെയ്താൽ നമുക്കത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തികളും കൊണ്ടുപോകാൻ പറ്റും. അപ്പം എന്താണെന്ന് പറഞ്ഞാലും കയറി നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുമ്പം ഒരു പൂച്ചെടിയും അതിൽ കുറേ പൂക്കളുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. അതിലോട്ടായിരിക്കും നമുക്ക് ആദ്യം ഒരു ശ്രദ്ധ പോകുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ തുളയൊന്നും ഇല്ലാത്തൊരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഏത് ചെടികൾ തന്നെയാണെങ്കിലും വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ അവിടെ വളരും. അതിന് വെള്ളം പോകണമെന്നൊന്നുമില്ല. അപ്പം നമ്മളിത് 2-3 ചെടികൾ ഒന്നിച്ച് നട്ടു വെച്ചേക്കുന്നതാണ്. അപ്പം ഇതിങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഈ ഒരു വലിയ ചെടിച്ചട്ടിയാണ്. അപ്പോൾ ചെടിച്ചട്ടിയിൽ ആദ്യം നമ്മൾ ചെടി പിടിപ്പിച്ചു. പിന്നെ നമ്മുടെ ഒരു കൊലപ്പൂവ് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്കൊരു നല്ല ഭംഗി ഇതിന് തോന്നും. ഇത് ഒരെണ്ണമൊക്കെ ഒരു മേശപ്പുറത്ത് വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് പൂവൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയാൽ മതിയാവും. പിന്നെ എന്ന് പറയുമ്പം ഇപ്പം ഞാനതിൽ നീലപ്പൂ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റോസ് പൂ വെക്കാം. അങ്ങനെ പല കളറുള്ള പൂക്കൾ വെച്ച് ഇതിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഭംഗിയാക്കാം. ഇടയ്ക്ക് വേണ്ടി ഇത് തന്നെ വെക്കാം. അങ്ങനെ നമുക്കെന്നും കാണുമ്പോൾ പുതുമയുള്ള രീതിയിൽ നമുക്ക് പൂച്ചെടികളും നമ്മുടെ പൂക്കളും പൂച്ചട്ടിയൊക്കെ ഒന്ന് അടുക്കി വെക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് വേറൊരു ചെടിയാണ്. ഇങ്ങനെ തന്നെ വളർന്നു വന്നു. അതിന് ഞാനൊരു റെഡ് പൂവ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതിപ്പോൾ ഒരു മയിൽപ്പീലി നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞ് മയിൽപ്പീലി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് മരമുണ്ട് നമുക്ക്. അപ്പോൾ അതായത് ഇങ്ങനെ ചാരി നിൽക്കുന്ന രീതിയിലാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതെല്ലാം നമ്മൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ മാറ്റി എടുത്തു വെക്കും. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. പിന്നെ ഈ ചെടിച്ചട്ടിയും നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അപ്പം ഇതിങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിൽ നമ്മൾ
ഈ പൂവ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പം ഇതിലൊരു പൂ വിരിഞ്ഞിരിക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അപ്പോൾ അത് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വെക്കുക. അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ചെയ്യുക. പിന്നെ ഇതെന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ ജിമ്മിലാണ് വെക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് ഒരെണ്ണം മാത്രം വെക്കണ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളിരിക്കണ സ്ഥലത്തൊക്കെ വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയായാലും നിങ്ങൾക്കൊരു ഇഷ്ടമുള്ളൊരു ഏരിയയിൽ ഇതിനെ ഒന്ന് വെക്കുക. അപ്പം നമുക്കെപ്പോഴും കാണാൻ ഇഷ്ടമുള്ളിടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് നമുക്ക് ഏത് ചെടികൾ വേണേലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇത് പല രീതിയിലുള്ള ചെടികളുണ്ട്. അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായതും തൃപ്തിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഏജ് കുറയ്ക്കാനും അസുഖങ്ങൾ കുറയ്ക്കാനും സന്തോഷം ഉണ്ടാവാനും വളരെ സഹായിക്കും. താങ്ക് യു.